എസ്തേറിന്റെ പ്രാർത്ഥന നീണ്ടൊരു പ്രാർത്ഥനയാണ്. അതിന്റെ ആദ്യത്തെ വാക്യം ഇങ്ങനെയാണ്. 3-ാം വാക്യം, അവൾ ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിനോട് പ്രാർത്ഥിച്ചു, എന്റെ കർത്താവെ, അങ്ങ് മാത്രമാണ് ഞങ്ങളുടെ രാജാവ്, അങ്ങല്ലാതെ മറ്റൊരു തുണയില്ലാത്ത ഏകയായ എന്നെ സഹായിക്കണമേ. എന്തൊരു പ്രാർത്ഥനയാണല്ലേ. എൻ്റെ കർത്താവെ, അങ്ങല്ലാതെ മറ്റൊരു രാജാവ് എനിക്കില്ല. നമ്മൾ ശരിക്കും ഇതിങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കണം. കർത്താവ് എൻ്റെ നാഥൻ, എൻ്റെ ലോർഡ്, അങ്ങല്ലാതെ എനിക്ക് അധികാരിയായിട്ട് മറ്റാരുമില്ല. എന്നെ തളർത്താൻ ശ്രമിക്കുന്ന ഈ വിഷമങ്ങൾക്ക് മുകളിൽ രാജാവായി എനിക്ക് അങ്ങ് മാത്രമേ ഉള്ളൂ. എന്നെ സഹായിക്കുമെന്ന് വാഗ്ദാനം ചെയ്ത ആൾക്കാരുടെ മുകളിൽ പോലും എനിക്ക് അധികാരം ഏറ്റെടുത്തുകൊണ്ട് അങ്ങ് മാത്രമേ ഉള്ളൂ. മറ്റാരും തുണയില്ലാത്ത ഏകയായ എന്നെ സഹായിക്കണേ എന്ന് എസ്തർ പ്രാർത്ഥിക്കുകയാണ്. മക്കൾ, ഇന്ന് ഇഫ് യു വാണ്ട് ടു സ്റ്റോപ്പ് ദ വീഡിയോ നൗ, ഇപ്പോൾ വേണേ ഈ വീഡിയോ വേണേൽ നിങ്ങൾക്ക് നിർത്താം. കാരണം നിങ്ങളിപ്പോൾ അങ്ങനത്തെ ഒരു സ്ട്രഗിലൂടെ കടന്നു പോവുകയാണെങ്കിൽ ഈ വീഡിയോ ഇവിടെ വെച്ച് ഒന്ന് പോസ് ചെയ്തോ. എന്നിട്ട് നിങ്ങളിപ്പോൾ ഈശോയോട് ഒന്ന് പ്രാർത്ഥിക്കുക, എന്നെ സഹായിക്കാൻ എനിക്ക് വേറെ ആരുമില്ല, നീ അല്ലാതെ എനിക്ക് വേറെ ആരുമില്ല. അത്രയ്ക്ക് ഒറ്റപ്പെട്ടു പോയി എന്നെ നീ ഒന്ന് സഹായിക്കുക കർത്താവേ എന്ന് പ്രേ നൗ. നിങ്ങൾ ഇന്നത് കേൾക്കാൻ ഈശോ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ, ഈശോ ഈ ഒരു അവസരം ഒരുക്കിയിട്ടുണ്ടെങ്കിൽ പ്രേ നൗ. ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്ത് ഇവിടെ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോയാലും കുഴപ്പമില്ല. ഈശോയ്ക്ക് നിങ്ങളോട് സംസാരിക്കണമെങ്കിൽ ഞാനും സൈലന്റ് ആയിട്ടിരിക്കാം. ഈശോട് നീ പറയണം, പക്ഷെ ഇങ്ങനെ അടുത്തിരുന്നിട്ട് ഓടിച്ചെന്ന് പറയണം, എന്നെ സഹായിക്കാൻ വേറെ ആരുമില്ലപ്പാ, ഒറ്റപ്പെട്ടു പോയ എന്നെ, ഏകയായ എന്നെ നീ ഒന്ന് സഹായിക്കണേന്ന് ഇപ്പൊ തന്നെ ഒന്ന് പ്രാർത്ഥിക്കുക. ഈശോ ഒരു പ്രത്യേക ബ്ലെസ്സിങ് തരട്ടെ.